കംബാക്ക് എന്ന് പറയാനൊന്നുമില്ല. മിക്കവാറും പറയാൻ പറ്റൂല. അത്രയ്ക്ക് കിട്ടിയ ഒരു കിഡലായിട്ട് ചെയ്തിട്ടുണ്ട്. സൂപ്പർ. 2024 ഇറങ്ങിയ ഏറ്റവും വലിയ ത്രില്ലർ എന്ന് വേണമെങ്കിൽ പറയാം. നസ്രിയുടെ നല്ലൊരു കംബാക്ക് ആയിരുന്നു. നല്ല നല്ല മൂവിയാണ്. വൈച്ചാന്റെ കോമഡി ഒക്കെ നല്ലതായിരുന്നു. ത്രില്ലറാണ്. ലാസ്റ്റ് ട്വിസ്റ്റ് ഒക്കെ നല്ലതായിരുന്നു. രണ്ടും ഉണ്ടായിരുന്നു. കുറച്ച് കോമഡിയാണ്, ലാസ്റ്റ് ത്രില്ലറാണ്. കൊള്ളാം. നമ്മളൊരു ത്രില്ലടിപ്പിച്ച് ഇരുത്തി കാണാൻ പറ്റിയ ഒരു സീനാണ്. നന്നായിട്ട് ഫാമിലിക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു മൂവിയായിരുന്നു. ബേസിൽ ജോസഫ് പിന്നെ 4 വർഷത്തിന് ശേഷം നസ്രിയയുടെ ആക്ടിങ് ഒക്കെ കൊള്ളായിരുന്നു, നന്നായിട്ടുണ്ടായിരുന്നു. മിക്കവാറും പറയാൻ പറ്റൂല. നന്നായിട്ടുണ്ടായിരുന്നു. നല്ല നല്ല മൂവിയാണ്. എല്ലാവരും നല്ലതായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കൊള്ളാം. നല്ല നല്ല ഫിലിമാണ്. നല്ല രസമുണ്ട്. കൊള്ളായിരുന്നു, ഇഷ്ടപ്പെട്ടു. എല്ലാവരും അഭിനയം കൊള്ളാം, നന്നായി ഇഷ്ടപ്പെട്ടു. കൊള്ളാം. സൂപ്പർ പടം. മേക്കിംഗ് സൂപ്പർ തന്നെ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇങ്ങനത്തെ ജാൻഡറാണ് ഇഷ്ടം, അതുകൊണ്ട് സൂപ്പർ ആയിട്ടുണ്ട്. കംബാക്ക് എന്ന് പറയാനൊന്നുമില്ല. നസ്രിയ കംബാക്ക് അല്ലല്ലോ, കുറെ നാൾ ഇല്ലായിരുന്നല്ലോ. നസ്രിയക്ക് കിട്ടിയ ഒരു കിഡലായിട്ട് ചെയ്തിട്ടുണ്ട്. സൂപ്പർ പടം. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. സൂപ്പർ ആയിരുന്നു. എല്ലാം കൊള്ളാം. നല്ല ട്വിസ്റ്റ് ഉണ്ട്. കൊള്ളാം. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒരു രക്ഷയില്ല. പടം ബ്ലോക്ക് ബസ്റ്റർ ഉറപ്പ്, കൺഫേം. സൂപ്പർ ആയിട്ടുള്ള ഫിലിം. 2024 ഇറങ്ങിയ ത്രില്ലർ എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് നമ്മൾ സ്റ്റാർട്ടിങ് ടു എൻഡ് നമ്മൾ ആ സീറ്റിൽ നമുക്കൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ അനങ്ങാനോ അല്ലെങ്കിൽ സ്ക്രീനിൽ നിന്ന് കണ്ടെടുക്കാനോ തോന്നുന്നില്ല. അത്രയ്ക്ക് മികച്ച ഒരു സിനിമയാണ്. പിന്നെ നസ്രിയയും ബേസിലും അവരങ്ങ് തകർത്ത് അഭിനയിച്ചൊക്കെയാണ്. പിന്നെ ഇതിലെ ഏറ്റവും ഹീറോ എന്ന് പറഞ്ഞാൽ ഇതിലെ തിരക്കഥയാണ്. അത്രയ്ക്ക് ഒരു പഴുതില്ലാത്തൊരു തിരക്കഥയാണ് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്നത്. അത്രയ്ക്ക് മികച്ച എന്താ പറയുക, ഒരു നെഗറ്റീവും പറയാനില്ല. അത്ര ചന്തത്തിൽ സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട്. മത്സരം ബേസിലാണ് ഒരു രക്ഷയില്ലാത്ത അഭിനയം. ബേസിൽ നമുക്ക് വേറൊരു രൂപത്തിലാണ് സിനിമയെ കാണാൻ പറ്റുന്നത്. പിന്നെ നമ്മൾ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ തിയേറ്ററിൽ ഇരുന്ന ഒരാൾക്കും ആ അവസാനം അങ്ങനെ ഒരു എൻഡിങ് കാണാൻ നമുക്ക് തോന്നുന്നില്ല. അമ്മാതിരി ഒരു ട്വിസ്റ്റാണ് ഈ സിനിമയുടെ അവസാനം. അത്രയ്ക്ക് ഒരു എന്താ പറയുക, അതിനെ തിരക്കഥ എഴുതിയ ആളിനെ എത്ര അഭിനന്ദിച്ചാലും പറ്റില്ല. അത്രയ്ക്ക് നല്ലൊരു ഫിലിമാണ്. മിക്കവാറും 2024 ഏറ്റവും അവസാനത്തെ സൂപ്പർ ഹിറ്റായി മാറാൻ സാധ്യതയുള്ള സിനിമയാണ് ഈ സിനിമ.